നിയമാവർത്തനം 22-ാം അധ്യായം. നിന്റെ സഹോദരൻ്റെ വഴിതെറ്റിയ കാളയെയോ ആടിനെയോ കണ്ടിട്ട് അവയിൽ നിന്ന് നീ മാറിപ്പോകരുത്. അവയെ നിന്റെ സഹോദരൻ്റെ അടുക്കൽ തീർച്ചയായും തിരിച്ചെത്തിക്കണം. നിന്റെ സഹോദരൻ നിനക്ക് സമീപസ്ഥനല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുകയില്ലെങ്കിൽ അതിനെ നിന്റെ വീട്ടിലേക്കെത്തിക്കണം. നിന്റെ സഹോദരൻ അതിനെ അന്വേഷിക്കുന്നതുവരെ അത് നിന്റെ കൂടെ ആയിരിക്കണം. അതിനെ അവന് നീ തിരിച്ചു കൊടുക്കുകയും വേണം. നിന്റെ സഹോദരന് നഷ്ടപ്പെട്ട അവൻ്റെ കഴുതയെയും മേലങ്കിയെയും അവന് നഷ്ടപ്പെട്ട എല്ലാറ്റിനെയും സംബന്ധിച്ച് നീ ഇപ്രകാരം തന്നെ ചെയ്യണം. നീ ഒഴിഞ്ഞു മാറാൻ പാടില്ല. നിന്റെ സഹോദരൻ്റെ കഴുതയെയോ അവൻ്റെ കാളയെയോ വഴിയിൽ വീണുകിടക്കുന്നത് കണ്ടിട്ട് നീ അവയിൽ നിന്ന് മാറിപ്പോകരുത്. അവനോടുകൂടെ നീ തീർച്ചയായും അതിനെ എഴുന്നേൽപ്പിക്കണം. പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയുടെ മേൽ ഉണ്ടാവരുത്. സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കരുത്. എന്തെന്നാൽ ഇവ ചെയ്യുന്ന ഏതൊരാളും നിന്റെ ദൈവമായ കർത്താവിനെ സംബന്ധിച്ച് നിന്ദാപാത്രമാണ്. കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷിക്കൂട് വഴിയിൽ ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ നിന്റെ മുമ്പിൽ കാണാനിടയാകുകയും തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളുടെ മേലോ മുട്ടകളുടെ മേലോ അടയിരിക്കുകയുമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കു മേലുള്ള തള്ളപ്പക്ഷിയെ നീ എടുക്കരുത്. തള്ളപ്പക്ഷിയെ തീർച്ചയായും വിട്ടയക്കണം. കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം. അതുവഴി നിനക്ക് നന്മയുണ്ടാകുകയും നീ ആയുസ്സ് ദീർഘിപ്പിക്കുകയും ചെയ്യും. ആരെങ്കിലും പുരപ്പുറത്തു നിന്ന് വീണ് നിന്റെ വീടിന് രക്തപാതകം വരുത്തി വയ്ക്കാതിരിക്കേണ്ടതിന് നീ ഒരു പുതിയ വീട് പണിയുമ്പോൾ അതിന്മേൽ തടമതിൽ കെട്ടണം. നീ വിതച്ച വിത്തിൻ്റെ വിളസമൃദ്ധിയും മുന്തിരിത്തോട്ടത്തിൻ്റെ ഉത്പന്നവും വിശുദ്ധ സ്ഥലത്തേക്ക് കണ്ടുകെട്ടപ്പെടാതിരിക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം രണ്ടിനം ചേർത്ത് കൃഷി ചെയ്യരുത്. കാളയെയും കഴുതയെയും കൊണ്ട് ഒരുമിച്ച് നീ ഉഴുകരുത്. രോമവും ചണവും ഒരുമിച്ചു നെയ്ത് നീ ധരിക്കരുത്. നീ ധരിക്കുന്ന മേലങ്കിയുടെ നാലറ്റത്തും നിനക്കായി തൊങ്ങലുകൾ ഉണ്ടാക്കണം. ഒരാൾ ഒരു സ്ത്രീയെ സ്വീകരിക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തിട്ട് അവളെ വെറുക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു, എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവളിൽ കന്യാത്വലക്ഷണങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും അവൾക്ക് ദുഷ്പേര് വരുത്തുകയും ചെയ്താൽ ആ പെൺകുട്ടിയുടെ പിതാവും മാതാവും പെൺകുട്ടിയുടെ കന്യാത്വത്തിനുള്ള തെളിവെടുത്ത് പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് ഹാജരാക്കണം. പെൺകുട്ടിയുടെ പിതാവ് ശ്രേഷ്ഠന്മാരോട് പറയണം, ഞാൻ എൻ്റെ മകളെ ഇയാൾക്ക് ഭാര്യയായി നൽകി. അവൻ അവളെ വെറുക്കുകയും ഇതാ നിന്റെ മകളിൽ കന്യാത്വലക്ഷണങ്ങൾ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു. ഇവയാണ് എൻ്റെ മകളുടെ കന്യാത്വ തെളിവുകൾ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ അവർ വസ്ത്രം വിരിക്കണം. അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അയാളെ കൊണ്ടുവന്ന് തിരുത്തണം. ഒരു ഇസ്രായേൽ കന്യകയ്ക്ക് അയാൾ ദുഷ്പേര് വരുത്തി വെച്ചതിനാൽ അവർ അയാൾക്ക് 100 വെള്ളി പിഴ ചുമത്തി പെൺകുട്ടിയുടെ പിതാവിന് കൊടുക്കണം. അവൾ അയാൾക്ക് ഭാര്യയായി തുടരും. അയാളുടെ ജീവിതകാലത്തൊരിക്കലും അവളെ പറഞ്ഞയക്കാൻ പാടുള്ളതല്ല. മറിച്ച് ഇക്കാര്യം സത്യമാണെങ്കിൽ, അതായത് പെൺകുട്ടിക്ക് കന്യാത്വലക്ഷണങ്ങൾ കാണപ്പെടുന്നില്ലെങ്കിൽ, അവർ ആ പെൺകുട്ടിയെ അവളുടെ പിതൃഭവനത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരികയും അവളുടെ നഗരത്തിലെ ആളുകൾ അവളെ കല്ലെറിയുകയും വേണം. പിതൃഗൃഹത്തിലായിരിക്കെ വേശ്യാവൃത്തിക്കൊരുമ്പെട്ട് അവൾ ഇസ്രായേലിൽ ഹീനകൃത്യം പ്രവർത്തിക്കുകയാൽ അവൾ മരിക്കണം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. വിവാഹിതയായ സ്ത്രീയോടൊത്ത് മറ്റൊരാൾ ശയിക്കുന്നത് കണ്ടെത്തിയാൽ ഇരുവരും, സ്ത്രീയോടൊത്ത് ശയിച്ച പുരുഷനും ആ സ്ത്രീയും മരിക്കണം. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീ ഉന്മൂലനം ചെയ്യണം. ഒരു പുരുഷനുമായി വിവാഹവാഗ്ദാനം കഴിഞ്ഞ കന്യകയായ ഒരു പെൺകുട്ടിയെ പട്ടണത്തിൽ വെച്ച് ഒരു പുരുഷൻ കണ്ടെത്തുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ അവരിരുവരെയും നിങ്ങൾ ആ പട്ടണവാതിൽക്കലേക്ക് കൊണ്ടുവന്ന് കല്ലെറിയണം. പട്ടണത്തിൽ വെച്ച് പെൺകുട്ടി നിലവിളിച്ചില്ല എന്ന കാരണത്താൽ അവളും തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ ബലാത്കാരം ചെയ്തു എന്ന കാരണത്താൽ അവനും മരിക്കണം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. എന്നാൽ വിവാഹവാഗ്ദാനം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഒരാൾ കണ്ടെത്തുന്നതും അവളെ ബലാത്കാരം ചെയ്ത് അവളോടൊത്ത് ശയിക്കുന്നതും വയലിൽ വെച്ചാണെങ്കിൽ അവളോടുകൂടെ ശയിച്ച പുരുഷൻ അവൻ മാത്രം മരിക്കണം. പെൺകുട്ടിയോട് നീ ഒന്നും ചെയ്യരുത്. മരണാർഹമായ ഒരു പാപവും പെൺകുട്ടിക്കില്ല. എന്തെന്നാൽ ഒരാൾ തൻ്റെ അയൽക്കാരനെതിരെ ചാടി വീണ്
അവൻ്റെ ജീവൻ ഹനിക്കുന്നത് പോലെയാണ് ഇക്കാര്യം. എന്തെന്നാൽ വയലിൽ വെച്ചാണ് അവൻ അവളെ കണ്ടത്. വിവാഹ വാഗ്ദാനം കഴിഞ്ഞ പെൺകുട്ടി നിലവിളിച്ചെങ്കിലും അവൾക്ക് രക്ഷകനായി ആരുമില്ലായിരുന്നു. വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത കന്യകയായ ഒരു പെൺകുട്ടിയെ ഒരാൾ കണ്ടെത്തുകയും അവളെ കീഴ്പ്പെടുത്തി അവളോടുകൂടെ ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവളുടെ കൂടെ ശയിച്ചയാൾ പെൺകുട്ടിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കണം. അയാൾ അവളെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവൾ അയാൾക്ക് ഭാര്യയായിത്തീരും. അവൻ്റെ ജീവിതകാലത്തൊരിക്കലും അവളെ പറഞ്ഞയക്കാൻ പാടുള്ളതല്ല.